തിരുവനന്തപുരത്തെ പോലീസുകാര് കുതിരപ്പുറത്ത് പോകുന്നത് ഭയങ്കര സംഭവമായി പോയി കേട്ടോ. എന്തിനാ ഇങ്ങനെ പോകുന്നേ? പോലീസുകാർ കുതിരപ്പുറത്ത് പോകുന്നുണ്ട്, ഭയങ്കര എന്തോ വലിയ കാര്യം പോലെ. എന്തോന്നറിയ ഇതൊക്കെ? ഇതിന്റെ ആവശ്യം എന്തോ ഇപ്പോ? എന്നാ പിന്നെ പോലീസ് ജീപ്പ് മാറ്റിയിട്ട് കാളവണ്ടിയോടെ മേടിക്കാൻ കാര്യങ്ങൾ കുറച്ചുകൂടെ അത് കൊള്ളാം. കുതിരപ്പുറത്ത് പോയിരുന്നു പോലീസുകാർ, അത് വലിയ കാര്യത്തിൽ ചെയ്യാണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ആൾക്കാരിട്ടാക്കി. ഇതൊന്നും ചെയ്യിക്കരുത്, അത്രയും സമയം വേസ്റ്റ് ആവുക. വല്ല ഇലക്ട്രിക് സ്കൂട്ടർ വല്ലതും മേടിക്കണം, പുതിയ കാലമല്ലേ. അപ്പോൾ അതാകുമ്പോൾ പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. ചാർജ് ചെയ്യുക, രാവിലെ തൊട്ട് കറങ്ങി നടക്കുക. സ്കൂട്ടറുകൾ തന്നെ കുറേ ഈ പോലീസുകാർ റൗണ്ട്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടത്ര പോലീസ് ഇല്ലെന്നും പറയുന്നതൊക്കെ. ഇപ്പോൾ പോലീസ് ജോലിക്കൊന്നും ആൾക്കാർ പോകുന്നില്ല, സുഖമുള്ള പരിപാടിയല്ല, പലർക്കും മടുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ എന്തോ ഒരുപാട് ആത്മഹത്യകൾ സംഭവിച്ചു കേരള പോലീസിൻ്റെ. എന്താ പറയണ്ടേ, ഈ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിട്ടോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ആത്മഹത്യ വരെയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് പോലീസുകാരുടെ എണ്ണം കുറവാണ്. എന്നാൽ ഈ കുതിരവണ്ടി എന്ന് പറയുന്ന സ്ഥലം, കുതിരപ്പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര വേസ്റ്റാണ്. അതൊട്ടും ക്രെഡിറ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. കുതിരയ്ക്ക് നല്ല ചിലവുണ്ട്, കുതിരയ്ക്ക് നല്ല പണിയുണ്ടെന്ന് എനിക്കറിയാം. കുതിരയെ വളർത്തിക്കൊണ്ടിരുന്നവരും കുതിര സവാരിയൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുതിരയുടെ മണ്ടയ്ക്ക് കയറി ഓടിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തായ അജിതേൻ്റെ വീട്ടിൽ കുതിര ഉണ്ടാകുന്നു. അവിടെ പോയി ഇയാളുടെ കൂടെ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര പാടാണ്. അപ്പോൾ അതും വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ടൈം വേസ്റ്റും ഒക്കെയാണ് ഈ സാധനം.